എല്ലാവർക്കും സ്റ്റിച്ച് ഫൈബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആരിയിൽ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് ഇതേപോലെ 2 പാരലൽ ലൈൻസ് വരച്ച് കൊടുക്കാം. സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് തയ്ക്കാം. അപ്പം 2 സ്ട്രാൻഡ്സിലാണ് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നമുക്ക് ഇതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് ഇതേപോലെ തയ്ച്ച് കൊടുക്കുക. അപ്പം ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് കുറച്ച് ബലമായിരിക്കും, അതുകൊണ്ടാണേ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ചരിച്ചിട്ട് ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് ഇതേപോലെ തയ്ച്ച് കൊടുക്കാം. ലോക്ക് ചെയിൻ സ്റ്റിച്ച് എന്ന് നമുക്ക് പറയാം കേട്ടോ. ലോക്ക് ചെയ്ത് കൊടുക്കാം. ആ വലിയ ചെയിൻ സ്റ്റിച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ചെയിൻ സ്റ്റിച്ച്, ഒരുപാട് വലുപ്പത്തിൽ വേണ്ട, എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ചെയിൻ സ്റ്റിച്ചിൻ്റെ ആ ഒരു വലുപ്പം അതനുസരിച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് ത്രെഡ് നമ്മൾ നേരെ ചരിച്ച് താഴേക്ക് കൊണ്ടുവരിക ഇതുപോലെ. എന്നിട്ട് ഈ ത്രെഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പം ചെയിൻ സ്റ്റിച്ച് നമ്മൾ തയ്ച്ച് കൊടുത്താലും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് നമ്മൾ തയ്ച്ച് കൊടുക്കും കേട്ടോ, അത് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. ഇനി വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ മുകളിൽ തയ്ച്ച പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര വലുപ്പത്തിലാണോ നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ച് വേണ്ടത് ആ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുക. ഇനി വീണ്ടും മുകളിലേക്ക് ചരിച്ചിട്ട് എത്ര ഡിസ്റ്റൻസിലാണോ നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ച് വേണ്ടത് അതനുസരിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ഈ ചരിച്ചിട്ട് ലോങ് ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാൻ. എന്നിട്ട് വീണ്ടും അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ചെയിൻ സ്റ്റിച്ച്, പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് തയ്ക്കുക. എന്നിട്ട് അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് വീണ്ടും നമ്മൾ താഴേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച് തയ്ക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആരിയിൽ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് തയ്ക്കുന്നത്. ഈ ഒരു സ്റ്റിച്ച് ഞാനിപ്പം ഇവിടെ വരയ്ക്കാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് തയ്ക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുകളിലും താഴെ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുമല്ലോ, അത് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇത്. ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ഡെക്കറേറ്റീവ് സ്റ്റിച്ചസൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതേപോലെ ഔട്ട്ലൈനിങ് സ്റ്റിച്ചായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഷെയ്ഡിങ് എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ത്രെഡ്സൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി വെറുതെ പെട്ടെന്നൊരു നെക്ക് ലൈനിൽ നമുക്ക് ഡിസൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് തയ്ച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബീഡ്സും സീക്വൻസും ഒക്കെ തയ്ച്ച് കൊടുത്താലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നെക്ക് ഡിസൈന് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഇത്. അപ്പം എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ എന്താ പറയുക, കുറേ ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ കുറച്ചും തിരക്കായി പോയത് കൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ ഇതിന് മുന്നേ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ചാനലൊന്ന് ഷെയറും കൂടി ചെയ്യണേ. കാരണം നമ്മുടെ വ്യൂസൊക്കെ വളരെ കുറവാണ്, അതേപോലെ സബ്സ്ക്രിപ്ഷനേ ഇല്ല. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഈ ഒരു സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ലോങ് ചെയിൻ സ്റ്റിച്ച് തയ്ക്കുക, പിന്നെ ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് എൻഡ് നോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് എൻഡ് ചെയ്യുന്നത്.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ തയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, പ്രയാസമാണ് നമ്മൾ വിചാരിക്കും. പക്ഷേ അല്ല, വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മുടെ ആ ഒരു പാറ്റേൺ വരച്ചിട്ട് എങ്ങനെ തയ്ക്കാമെന്നാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മളത് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ലാൻഡിങ് ആയിട്ട് ഇതേപോലെ ഒരു വര വരച്ച് കൊടുക്കുക, എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക്, പിന്നെ താഴത്തേക്ക്, പിന്നെയും ലെഫ്റ്റ് സൈഡിലേക്കും. അപ്പോൾ എത്ര ഗ്യാപ്പിലാണോ നമുക്ക് നമ്മുടെ സ്റ്റിച്ച് വേണ്ടത് അതനുസരിച്ചിട്ട് ഇതേപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവുന്നത് ബിഗിനേഴ്സിനായിരിക്കുമേ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.